എൻ്റെ പേര് ബാഹുലേനാണ്. ധനുച്ചൂർ സ്വദേശിയാണ്. ദേശീയ കൈതറൻ. ദുഃഖമായ ഒരു വാർത്ത. 4 മാസം പ്രായമുള്ള കുട്ടിയെ 12 വയസ്സുകാരി കിണറ്റിലിട്ട് കൊന്നു. കണ്ണൂർ ജില്ലയിലാണ് സംഭവം. ഇന്നലെ രാത്രി 11 മണിക്കാണ് സംഭവം നടക്കുന്നത്. 11 മണിക്ക് കൊച്ചിനെ എടുത്തുകൊണ്ട് വെളിയിലേക്ക് വരുന്നു. അതിനുശേഷം കിണറ്റിൽ ഇട്ട് കൊല്ലുന്നു. 12 വയസ്സുകാരിയാണ്. ഈ 12 വയസ്സുകാരിയുടെ അച്ഛനും അമ്മയും മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം ബന്ധുക്കൾ ഈ 12 കാരിയെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നു. അതിനുശേഷം പള്ളിക്കൂടത്തിലാക്കുന്നു. അതിനുശേഷം ഈ കുഞ്ഞ് ജനിക്കുന്നു. 4 മാസം പ്രായമുള്ള കുഞ്ഞ് ജനിക്കുന്നു. അതിനുശേഷം 2 മാസം കുഞ്ഞിനെ ഇഞ്ചക്ഷൻ എടുക്കാൻ കൊണ്ട് ഇപ്പോൾ അപ്പോഴേനും ദേഹത്തൊക്കെ ഇട്ട് ഈ 12 വയസ്സുകാരി പിടിച്ചെന്നാണ് പറയണത്. ഈ കുഞ്ഞ് പിറന്നതോടെ തന്നെ ഈ കുട്ടിക്ക് വാശിയായി കഴിഞ്ഞിട്ടുണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അസൂയെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. അച്ഛനും അമ്മയും മരിച്ച കുട്ടിയെ ഇവർ ദത്തെടുത്തതുപോലെ സ്കൂളിലാക്കി വളർത്തി വലുതാക്കി ഒരു ഇതിലെത്തണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ടായിരുന്നു വീട്ടുകാർക്ക്. അങ്ങനെ ഈ കുട്ടി പിറന്നതിന് ശേഷം 2 മാസം കഴിഞ്ഞപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കാൻ കൊണ്ട് ഇപ്പോൾ അപ്പടി തന്നെ കുട്ടി അവരുടെ ദേഹത്ത് പിടിക്കുകയും കൂറുമാറുകയും ചെയ്തതിന് ശേഷം അമ്മ അത് മനസ്സിലാക്കി വെച്ചിരുന്നു, കുട്ടിയുടെ അമ്മ. അതിനുശേഷം ഈ കുട്ടി തമിഴ്നാട്ടിൽ നിന്നാണ് ഇവർ കൊണ്ടുവരുന്നതെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഇപ്പോൾ പുള്ളർ ജയിലിലേക്ക് കുട്ടിയെ കൊണ്ടുപോയി ചോദ്യം ചെയ്യുന്നുണ്ട്. രാവിലെ പോലീസ്, കണ്ണൂർ ജില്ലയിലെ പോലീസ് ചോദ്യം ചെയ്തു. കുട്ടിയെ ചോദ്യം ചെയ്തപ്പോൾ ആദ്യമൊന്നും കുട്ടി ഏറ്റില്ല. പിന്നെ പറഞ്ഞു കിണറ്റിൽ എറിഞ്ഞു കൊന്നതാണെന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം ഈ 4 മാസം പ്രായമുള്ള കുട്ടിയെ പോസ്റ്റ്മോർട്ടത്തിന് കണ്ണൂർ ആശുപത്രി കൊണ്ടുപോയി. അതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മൾ നൽകുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. അത്തരം നടപടി തന്നെ നമ്മൾ പോകുന്നുണ്ടെന്ന് പറയാം. അതിനുശേഷമാണ് നമുക്ക് ഇതിൻ്റെ സംഭവത്തിനെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററി നമുക്ക് പറയാൻ സാധിക്കുന്നു. പിള്ളേരെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. കൊച്ചിൻ്റെ അമ്മയും അച്ഛനും ഈ കുട്ടിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ണൂർ കണ്ണൂരിലെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് ചോദ്യം ചെയ്തതിനു ശേഷം പിള്ളേർ ജയിലിൽ കൊണ്ടുപോകാനാണ് സാധ്യത എന്ന് പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത നൽകുന്നത്. ദുഃഖമായ ഒരു നാടിനെ ഞെട്ടിച്ച വാർത്തയാണ്. അതും 12 വയസ്സുള്ള പെൺകുട്ടിയാണ് ഈ കൊലപാതകം ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ നാട്ടിൽ ഇത്രയും ഒരു കൊല നടന്നിരിക്കുന്നതെന്ന് പറയാം. 12 വയസ്സുള്ള കുട്ടിക്ക് എന്ത് ഒരു ഇത് ആയിട്ടില്ലാത്ത ഒരു കുട്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അത് വളരെ ദുഃഖമുണ്ടെന്ന് തന്നെ പറയാം. എടുത്തു വളർത്തിയ ഒരു കുട്ടി ഇങ്ങനെ ചെയ്യുമെന്നോ പ്രതീക്ഷിച്ചില്ല. ഈ കുട്ടി 4 മാസം പ്രായമുള്ള കുട്ടിക്ക് സ്നേഹം കൂടുതൽ കൊടുക്കുന്നതുകൊണ്ടാണ് ആ വൈരാഗ്യമാണ് തീർക്കുന്നത്. ഇന്നും മനുഷ്യന് അസൂയും കുശും ഇത്രയൊക്കെ വൈരാഗ്യങ്ങൾ ഇന്നും ഉണ്ടല്ലോ എന്നാണ് ഞാനും ആലോചിക്കുന്നത്. ഇന്നത്തെ തലമുറ അത്ര ഒരു ഇതിലാണ് നമ്മൾ പോകുന്നത്. സ്റ്റേഷനിൽ പോകുന്നു, അവിടെ നിന്ന് ചോദ്യം ചെയ്യുന്നു. രാത്രി അച്ഛൻ്റെ അമ്മയോട് ഈ കുട്ടി ചെന്ന് പറയുന്നുണ്ട്, ഈ 12 വയസ്സായ കുട്ടിയെ കാണാനില്ലെന്ന് പറയുന്നു. അതിനുശേഷമാണ് അവർ അന്വേഷണം തുടങ്ങിയത്. അന്വേഷണം തുടങ്ങിയപ്പോൾ കുട്ടിയെ ആദ്യമൊന്നും ഏറ്റില്ല. അവസാനം പോലീസ് വന്നപ്പോൾ പോലീസ് ചോദ്യം ചെയ്തപ്പം തന്നെ കുട്ടി പറഞ്ഞു കിണറ്റിലിട്ടാണ് 4 മാസം പ്രായമുള്ള കുട്ടിയെ കിണറ്റിലിട്ടാണ് കൊന്നതെന്ന് പറയുന്നു. അതിനുശേഷം ആ കുട്ടിയെ പോസ്റ്റ്മോർട്ടത്തിന് 4 മാസമായ കുട്ടിയെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്ന് തന്നെ പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ദുഃഖമായ ഒരു വാർത്തയാണ്. നാടിനെ നെടുക്കിയ സംഭവമാണ്. ഇതുവരെ ഇങ്ങനൊരു സംഭവം എൻ്റെ പ്രായത്ത് പോലും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു പെൺകുട്ടി ചെയ്തിരിക്കുന്ന 12 വയസ്സുള്ള പെൺകുട്ടി നാടിനെ നടുക്കിയ സംഭവമാണ് കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്ന് പറയാം. എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി ബാഹുലയൻ.